ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്താണ് മനസ്സ് തുറന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെയും ഇപ്പോഴത്തെ കറൻറ്റ് എനർജി എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമേ നമുക്ക് നിങ്ങളുടെ എനർജി എടുക്കാം. ചാരിയറ്റ്. ഇനി നമുക്ക് പേഴ്സൻ്റെ എനർജി എടുക്കാം. ഏസ് ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആൻഡ് ഡിറ്റർമിൻഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. അതായത് നിങ്ങൾക്കിപ്പോൾ വളരെയധികം ഒരു ക്ലിയർ വിഷനുണ്ട്, ഒരു കൺഫ്യൂഷനും ഇല്ല. വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്ന എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിൽ എന്തെങ്കിലും ഹേർട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്, സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും അതൊന്നും നിങ്ങൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. അതായത് നിങ്ങളെല്ലാ കാര്യങ്ങളും ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. നമ്മൾ പറഞ്ഞതുപോലെ ഒരു വിഷൻ നിങ്ങൾക്കുണ്ട്, ഒരു ലക്ഷ്യബോധമുള്ള വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും, എന്ത് തടസ്സങ്ങളുണ്ടെന്നുണ്ടെങ്കിലും. ആ ഒരു മൈൻഡാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കുറച്ചും കൂടി നിങ്ങൾ സെൽഫ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതലൊരു പ്രാധാന്യം കൊടുത്ത് പോകുന്ന ഒരവസ്ഥയും കൂടിയായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ആ ഒരു നല്ലൊരു വിശ്വാസം നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു സമയമായിട്ട് തന്നെ നമുക്കിത് കാണാം. ഇനി അതുപോലെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷണൽ കണക്ഷൻ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ നിങ്ങളോട് തോന്നുന്ന ഒരു സമയമാണ്. അകന്നിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്നേഹം വീണ്ടും ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്ങിനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് നമ്മൾ പറയുന്നത് പോലെ ആ ഒരു സ്നേഹം റിസീവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഉള്ളൊരു മനസ്സുണ്ട്. ആ ഒരു മാനസികാവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു താല്പര്യം ഈ ഒരു തരത്തിലാണ്. ഒരുപാട് സ്നേഹം അവർക്ക് ഇപ്പോൾ നിങ്ങളോട് തോന്നുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾക്കത് കേട്ട് കഴിഞ്ഞാൽ തന്നെ അറിയാം. എന്താണെങ്കിലും വളരെ നമ്മൾ അടിപൊളിയായിട്ട് പോകുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു മൈൻഡ് സെറ്റിൽ എത്തി നിൽക്കുന്ന ആരുടെയൊക്കെയോ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രെഡ് എടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും എന്താണ് അവരുടെ ഒരു മനസ്സെന്നുള്ളത്. 10 of Pentacles, 7 of Cups, Strength, 3 of Swords, 5 of Swords, 6 of Wands, 5 of Cups, Ace of Pentacles, 10 of Wands, 7 of Wands, 8 of Cups, Queen of Cups, 4 of Swords, Judgment, 2 of Cups ഒരു കാർഡും കൂടി നമുക്ക് എടുക്കാം, ദ വീൽ. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വ്യക്തികൾ സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ റീയൂണിയൻ സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. കാരണം ചില റീയൂണിയൻസ് എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ട് ലൈഫിൽ വരുന്നൊരു കാര്യമാണ്. ആ ഒരു റീയൂണിയൻ ഉണ്ടെങ്കിലേ
പിന്നീട് ചില കാര്യങ്ങൾ രണ്ടുപേരുടെയും ലൈഫിൽ സംഭവിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ലൈഫിൽ വരുമ്പോൾ എത്ര അകന്നിരിക്കുന്നവരാണ്, എത്ര സ്ട്രഗിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അവർ ഒന്നിക്കാറുണ്ട്. അല്ലെങ്കിൽ അവർ വിധിയായിട്ട് കൂട്ടിയിണക്കാറുണ്ട്, യൂണിവേഴ്സായിട്ട് കൂട്ടിയിണക്കാറുണ്ട് എന്ന് പറയുന്നത് പോലെയുള്ളൊരു കാര്യം നമുക്ക് ഇവിടെയും കാണാം. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വ്യക്തികൾക്കെങ്കിലും എത്ര സെപ്പറേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി എല്ലാ സ്നേഹത്തോടെ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവാം. എല്ലാവർക്കും നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് വ്യക്തികളിൽ നിന്ന് എടുത്ത് പറഞ്ഞത് അതുകൊണ്ടാണ്. കുറച്ച് പേർക്ക് ആ ഒരു കാര്യം സംഭവിക്കാനായിട്ട് പോകുന്നതായിരിക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി നിങ്ങളുടെ പേഴ്സണൽ എനർജിയിൽ കണ്ടതാണ്. അവർ ഒരുപാട് സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ മനസ്സിൽ നല്ല രീതിയിൽ ഇമോഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ആ ഒരു എനർജിയിലാണ് അവരിപ്പോൾ ഉള്ളതെന്നുള്ളത്. അത് നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു ഇല്യൂഷനകത്തായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം. ഒരു ഭ്രമത്തിൽ അല്ലെങ്കിൽ ഒരു ടെംപ്റ്റേഷനിൽ പെട്ടുപോയ ഒരു വ്യക്തിയായിരിക്കാം. അത് ഇന്ന് ഈ ഒരു വ്യക്തി അത് റിയലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണോ ഒരു കമ്മിറ്റ്മെൻറ്റ് തരേണ്ടത്, എവിടെയാണോ ഉറച്ചു നിൽക്കേണ്ടത്, അവിടെ അത് ചെയ്യാതെ മറ്റു ചില പ്രലോഭനങ്ങളിൽ കാര്യങ്ങളിലൊക്കെ പെട്ടുപോയൊരു പേഴ്സണാണ്. അത് ഈ വ്യക്തിക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ അവർ പറയുന്നത് തന്നെ അതാണ്. അതിൽ നിന്ന് അവരിപ്പോൾ തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ഇല്യൂഷനൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഫാൻറ്റസിയിൽ പെട്ടുപോകുന്നൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മളത് റിയലൈസ് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഉള്ളത് ഒറിജിനൽ അല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് യഥാർത്ഥ കാര്യമല്ല. ഇതല്ല എനിക്ക് വേണ്ടത്. എൻ്റെ ഇത് റോങ് ചോയ്സ് ആയിരുന്നു. അല്ലെങ്കിൽ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നൊരു അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സണിൽ കാണാം. അപ്പോൾ ഓൾറെഡി നിങ്ങളിലേക്ക് അത്രയും സ്നേഹത്തോടെ തിരിച്ചു വന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും അവരുടെ ഒരു ബിഹേവിയറിൽ നിന്നോ തുറന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ വാക്കുകളിൽ നിന്നോ ചിലപ്പോൾ അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നമുക്ക് കാണാം ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചെയ്തു പോയ തെറ്റ് നല്ലതുപോലെ അവരെ മനസ്സിലാക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. ഓൾറെഡി റീയൂണിയൻ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റീയൂണിയനിൽ അവർ ഒരുപാട് മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നു എന്നുള്ളത് പറയാം. ഇനി അങ്ങനെ അല്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സൺ അഡ്മയർ ചെയ്യുന്നുണ്ട്. അതവിടെ നമുക്ക് കാണാം. നിങ്ങളുടെ ഒരു റെസ്പെക്റ്റ് ഉണ്ട് ഈ ഒരു പേഴ്സൺ എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ എനർജി എടുത്തപ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ലൈഫിൽ എത്രത്തോളം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ വളരെ ആം, എന്താ പറയുക സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ ഒരു വ്യക്തിത്വം കൂടി കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ഒരു റെസ്പെക്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ല ഒരു ആദരവ് എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാ തരത്തിലും നിങ്ങളോടൊരു സ്നേഹം, താല്പര്യം, അഡ്മിറേഷനൊക്കെ തോന്നുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ അവർ ചെയ്തു പോയ കാര്യങ്ങളിൽ ആ വ്യക്തി ഇന്ന് വിഷമിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത് ഓർക്കുമ്പോൾ അവർക്ക് ഒരുപാട് നിരാശയുണ്ടെന്നുള്ളത് പറയാം. ഇപ്പോഴും സെപ്പറേഷൻ ഫേസിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത് ഓർക്കുമ്പോഴത്തേക്ക് അവർക്ക് നല്ലതുപോലെ ഒരു നഷ്ടബോധമുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി വേണ്ടിയില്ലായിരുന്നു എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഹേർട്ട് അല്ലെങ്കിൽ ആ ഒരു പെയിൻ തന്നിട്ട് നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കാതെ പോയൊരു പേഴ്സൺ ആയിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങളെ ഒരുപാട് മുറിപ്പെടുത്തിയെന്ന് ആ ഒരു പേഴ്സൺ അറിയാം. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി തന്നെ മുറിവ് വരുത്തുകയും ചെയ്തു. എന്നാൽ അതിന് എന്താണോ ഏതാണെന്ന് അന്വേഷിക്കാൻ പോലും നിൽക്കാതെ നമ്മൾ വിട്ടുകളയാന്ന് പറയില്ലേ? എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ സ്വന്തം കാര്യം നോക്കി പോയൊരു പേഴ്സൺ ആയിരിക്കും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇവർക്കിത് ആലോചിക്കുമ്പോൾ ഒരുപാടൊരു മാനസിക ദുഃഖം അല്ലെങ്കിൽ ആ ഒരു വിഷമം ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇമേജിനകത്താണെന്നുണ്ടെങ്കിലും കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമം അല്ലെങ്കിൽ ആ ഒരു റിഗ്രറ്റ് ഈ ഒരു പേഴ്സണിൽ ഉള്ളതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അവരുടെ ഒരു തെറ്റ് അവർ സ്വയം തിരിച്ചറിയുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ സംഭവമാണ്. ഒരാൾക്ക് ഒരു തെറ്റ് പറ്റി. മനുഷ്യരായതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. പക്ഷെ ആ ഒരു തെറ്റ് റിയലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ നിങ്ങളെ ഒരുപാട് മുറിപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ മൈൻഡ് ഗെയിം കളിച്ചിട്ടുണ്ടാവാം. ആ ഒരു രീതിയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം ആലോചിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് ഒരു മാനസിക ദുഃഖമുണ്ട്. അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് സങ്കടമുണ്ടെന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഈ ഈ ഒരു വ്യക്തിയുടെ ചിന്താഗതി പോലെ തന്നെ നിങ്ങൾ അത്രത്തോളം ഹേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഹേർട്ട് ചെയ്തതും പോരാഞ്ഞിട്ട് തിരിഞ്ഞു പോലും നോക്കാതെയൊക്കെ പോയിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണ്? അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളിത് ഒരു പ്രതിസന്ധിയിലായി പോവും എന്നൊന്നും ചിന്തിക്കാതെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു മാറ്റം നിങ്ങളുടേതെന്ന് പറയുന്നത് വളരെ ഒരു ആം, നമുക്ക് എന്താ പറയുന്നത് പ്രൈസ്‌ലെസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അതായത് നമ്മളുടെ കൂടെ ഉണ്ടാവും, നമ്മളുടെ ഒപ്പം ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഒക്കെ തന്നിട്ടുള്ള ഒരു പേഴ്സൺ നമ്മളുടെ ഒരു വിഷമവും സങ്കടവും ഒന്നും കാണാതെ അല്ലെങ്കിൽ അവർ തന്നെ നമുക്ക് ഒരുപാട് വിഷമം തന്ന് നമ്മൾ ഏത് അവസ്ഥയിലാണെന്ന് പോലും ചിന്തിക്കാതെ
തിരിഞ്ഞു നോക്കാതെ അവരവരുടെ കാര്യത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ഒരുപാട് തകർന്നു പോകും. അവർക്ക് ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മൾ കൈകാലിട്ട് അടിച്ച് നീന്തുക എന്ന് പറയുന്നത് പോലെ ഒരു വെള്ളത്തിനകത്ത് മുങ്ങി താഴാൻ പോകുന്ന പോലത്തെ ഒരു അവസ്ഥ. ചിലപ്പോൾ ആരും നമ്മളെ കൈപിടിച്ച് രക്ഷിക്കാനായിട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിഞ്ഞെങ്കിൽ കുറച്ചും കൂടി സെൽഫ് ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കാനും വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനും ആര് വിചാരിച്ചാലും എന്നെ തകർക്കാൻ കഴിയില്ല എന്നുള്ളൊരു കോൺഫിഡൻസിലേക്ക് മാറാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ പോസിറ്റീവായിട്ടുള്ള അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് പറയാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഈ ഒരു പേഴ്സണും നല്ലതുപോലെ ബോധ്യമുണ്ട്, അല്ലെങ്കിൽ അതവർ അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം നിങ്ങളുമായിട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇത് വളരെ ഒരു പ്രിഷ്യസ് ആയിട്ടുള്ളൊരു കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് വിട്ട് കളയാൻ കഴിയില്ല എന്നുള്ളൊരു എനർജിയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. അപ്പോൾ തിരിച്ചു വന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ അത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു വാല്യൂ അവർ മനസ്സിലാക്കി എന്നുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയവരുടെ ഒരു എനർജിയും കൂടിയാണ് എന്നുള്ളത് എടുത്ത് നമ്മൾ പറയണം. ഇപ്പോൾ ചില വ്യക്തികളുടെ തിരിച്ചുവരവുണ്ട്. അത് വലിയൊരു താല്പര്യമോ കാര്യമോ ഇല്ലാതെ ആർക്കോ വേണ്ടി വരുന്ന പോലെ വരുന്നവരുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. കുറച്ചും കൂടി ഒരു ഡെപ്ത് ഇവിടെ നമുക്ക് കാണാം. അതുകൊണ്ടാണ് അത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഏത് സാഹചര്യത്തിലാണോ ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ എന്തൊരു ഹെവി ടാസ്ക് എടുത്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും അത് ഇറക്കി വെച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ റെഡി ആണെന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനുള്ളൊരു മാനസികാവസ്ഥ ഈ ഒരു പേഴ്സണുണ്ട്. അവർ വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെയും കൂടി ഒരു നിലപാട് അവർ മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ നിലപാടെടുത്ത് മുന്നോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. പിന്നെ നമ്മളിവിടെ എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പേഴ്സണ് പെട്ടെന്നുണ്ടായ ഒരു ബോധോദയം അല്ലെങ്കിൽ നിങ്ങൾ വേണം എന്നുള്ള ഒരു കാര്യമല്ല. ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളായിരുന്നിരിക്കണം നിങ്ങൾ. ഒരുപാട് നാളുകളായിട്ട് അവർ ആ ഒരു സോൾ സെർച്ചിങ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും ഒക്കെ സമയം എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി ഒരു നല്ല രീതിയിൽ ആലോചിച്ച് വളരെ പക്വമായിട്ടുള്ള ഒരു ഡിസിഷനാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതിനുള്ള ഒരു സമയം ഇവർ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ ഒന്ന് ചീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വലിയൊരു എന്താ പറയുക പ്രയോറിറ്റി തരാതെ മാറിപ്പോയതാണെന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി അവർ വേറൊരു റിലേഷൻഷിപ്പിലേക്കാണ് പോയത് അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലേക്കാണെന്നുണ്ടെങ്കിലും എല്ലാത്തിൽ നിന്നും ആ ഒരു പേഴ്സൺ അവരെന്താണെന്നുള്ളത് സ്വയം മനസ്സിലാക്കാൻ കുറച്ചൊരു സമയം എടുത്തിട്ടുള്ള അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നല്ലതുപോലെ ആ ഒരു ടൈം പീരീഡിലായിരിക്കാം ആ ഒരു സെൽഫ് റിഫ്ലക്ഷനൊക്കെ നടക്കുന്ന ഒരു സമയത്തായിരിക്കാം അവർക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇപ്പോഴത്തെ ഈ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ പക്വമായിട്ട് ആലോചിച്ചെടുത്ത ഒരു തീരുമാനം തന്നെയാണ്. വളരെ സ്ട്രോങ് ഡിസിഷനാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇവിടെ നമുക്കത് കാണാം. ആ ഒരു ഫൈനൽ ഡിസിഷനാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇത്രയും നാളും ഒരു സെപ്പറേഷൻ ഫേസിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആക്ഷൻ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് പറയാം. നമ്മൾ ആദ്യമേ പറഞ്ഞാണ് ഈ ഒരു എനർജിയിൽ നിന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞാണ് ആ ഒരു സ്ട്രോങ് റീയൂണിയൻ അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ യൂണിയൻ സംഭവിച്ചിട്ടുണ്ടാവാം കുറച്ച് വ്യക്തികൾക്ക് എന്നുള്ളത്. അപ്പോൾ അവർ ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ അല്ലെങ്കിൽ ഒരു ക്ലിയർ പിക്ചറുള്ള ഒരു പേഴ്സൻ്റെ ഒരു മാനസികാവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അതാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് ആരുടെ വ്യക്തികളുടെ എനർജി ആണെന്നുണ്ടെങ്കിലും വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എനർജിയാണ്. ഒരുപാട് തിരിച്ചറിവ്, ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ കണ്ടതാണ് അവരുടെ ഒരു ഇപ്പോഴത്തെ നിങ്ങളോടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് ഒരുപാട് സ്നേഹമാണ് ആ ഒരു പേഴ്സണ് തോന്നുന്നത്. ഭയങ്കരമായിട്ട് നമുക്കൊരു വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കാൻ അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു നിമിഷമില്ലേ? അങ്ങനെ വന്നിട്ടുള്ള ആരുടെയൊക്കെ എനർജിയാണ്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസൊനേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. റെസൊനേറ്റ് ആവുന്നവർ ആരാണെന്നുണ്ടെങ്കിലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങളിപ്പോൾ കൂടുതൽ നിങ്ങളുടെ ഫോക്കസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോക്കസ് ചെയ്ത് പോകുന്നത് കൊണ്ട് ഈ ഒരു പേഴ്സൻ്റെ തിരിച്ചുവരവ് നിങ്ങൾ അത്ര വലിയൊരു സെലിബ്രേഷൻ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ അത്ര വലിയൊരു സംഭവമായിട്ട് തോന്നുന്നുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഇവരുടേത് വളരെ 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 പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. നമ്പർ 20, letter Y, കോട്ടയം, നമ്പർ 5, നമ്പർ 1,
വയനാട്. ഏപ്രിൽ മന്ത്. അത്തം നക്ഷത്രം. ലെറ്റർ എസ്. ലെറ്റർ കെ. ലെറ്റർ എ. കാസർഗോഡ്. പൂരം നക്ഷത്രം. ഫെബ്രുവരി മന്ത്. സ്കോർപിയോ. 23/12. മെയ് മന്ത്. തിരുവോണം. നമ്പർ 24. ജൂൺ മന്ത്. നമ്പർ 7. നമ്പർ 14. ലെറ്റർ ഇ. നമ്പർ 13. 13. വിർഗോ സോഡിയക് സൈൻ. അക്വേറിയസ്. ഡിസംബർ മന്ത്. ലെറ്റർ ഒ. ആൻഡ് ഫൈനലി നമ്പർ 25. ഇതാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആയി വരുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു പേഴ്സണുമായിട്ടൊരു സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ വീണ്ടും ഇവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങോടുകൂടി മുന്നോട്ട് പോകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എനർജി യൂണിവേഴ്സിനോട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.